നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചിലപ്പോ നിനക്കൊരു മംഗല്യ ഭാഗ്യം ഉണ്ടെങ്കിലോ? അതിന് മരിച്ചു പോയ എന്റെ ഭർത്താവ് തിരിച്ചു വരണ്ടേ? മരിച്ചിട്ടില്ലല്ലോ. അമ്മ എന്താ പറഞ്ഞ? മോളെ ഇതെന്താ ഇത്? ഇത് മഞ്ഞൾ കളക്കിയ വെള്ള. ഇതെന്തിനാ? ഞാനിത് പത്മ ടീച്ചറിന്റെ തലയിൽ ഒഴിക്കാൻ പോവാ. എന്റെ അമ്മേ, സാരിയിലും മഷി വീണെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ശിക്ഷിച്ചേ. അപ്പൊ തലവഴി ഈ വെള്ളം വീഴട്ടെ. അത് വേണോ? വേണം. അച്ഛന് പേടിയാണെങ്കിലേ അച്ഛൻ മിണ്ടാതിരുന്നോ. പേടിയൊന്നുമില്ല. ഇത് ടീച്ചറിന്റെ തലവഴി ഒഴിച്ചാ അച്ഛനോടുള്ള പിണക്കം മാറുമോ? നോക്കാം. ഭക്ഷണം കഴിക്കോ? കഴിക്കാം. എന്നാലേ ഇത് നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. സത്യം? പിന്നല്ലാതെ. എന്റെ മോളെ ദ്രോഹിച്ച അച്ഛൻ വെറുതെ വിടുവോ? അച്ഛനും മോളും കൂടി കരുതി കൂട്ടി ചെയ്താണല്ലേ? കാണിച്ചു തരാം ഞാൻ രണ്ടെണ്ണത്തിനും. ഓ, ഇനിയൊരു മഞ്ഞച്ചരട് കൂടി അവരുടെ കഴുത്തി കെട്ടുന്ന നിമിഷം കണ്ടാ മതി. ഈശ്വര,
ഇപ്പൊ നീ ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. ആ ഞാൻ ഇനി അച്ഛൻ പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. അത് മതി. വാ. അമ്മ എന്താ പറഞ്ഞത്? അയാൾ നല്ലവനാണെന്നല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാ ഓടിച്ചെന്ന് പറയാനുള്ള ആളാണെന്നല്ലേ? ക്രിമിനലാ. അച്ഛനും അതെ, മോളും അതെ. ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛനും മോൾക്കും വല്ലാതെ അങ്ങ് സുഖിച്ചു. അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം. അതങ്ങ് വിട്ടുകള മോളെ. ഇതിനൊക്കെ എന്ത് പ്രതികാരം ചെയ്യാനാ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മഞ്ഞൾ വെള്ളം വീഴുന്നത് ശുഭകാര്യമാണെന്ന് പറയാ. ഇന്ന് നാളെ മുളക് വെള്ളം കലക്കി ഒഴിക്കാൻ പറ. അത് അതിനേക്കാളും ശുഭകാര്യമായിരിക്കും. ശ്ശോ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇപ്പൊ ഈ സംഭവിച്ചത് ശുഭകാര്യത്തിന്റെ തുടക്കം തന്നെയായിരിക്കും. ഒരുപക്ഷെ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതിന്റെ സൂചന. അമ്മ എന്താ ഉദ്ദേശിക്കുന്നെ? ചിലപ്പോ നിനക്കൊരു മംഗല്യ ഭാഗ്യം ഉണ്ടെങ്കിലോ? അതിന് മരിച്ചു പോയ എന്റെ ഭർത്താവ് തിരിച്ചു വരണ്ടേ? മരിച്ചിട്ടില്ലല്ലോ. അമ്മ എന്താ പറഞ്ഞേ? നമ്മുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ആ ഓർമ്മയിൽ ജീവിക്കുമ്പോ പിന്നെ എന്തിനാ വേറെ മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്? എനിക്കൊരു മംഗള കാര്യങ്ങളും അമ്മ ചിന്തിക്കണ്ട. മംഗല്യത്തെ കുറിച്ചും അമ്മ ചിന്തിക്കണ്ട. നിന്റെ ഭർത്താവ് ജീവനോടെയുണ്ട്. പക്ഷേ നിന്റെ ജീവിതം ഇനി അവൻ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ നിന്നെ ഇനി ഓർക്കണ്ട, നിന്നെ ഇനി കാണുകയും വേണ്ട. ഇതെന്റെ തീരുമാനമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.